അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ നൽകുന്ന ഏറ്റവും പ്രഗൽഭമായ ഒരു അവസരമാണ് പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് നമുക്ക് തരുക എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നിന്റെ മഗ്‌രിബ് വാങ്കോടെ കയറി വരുന്നത് റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ്. ആ അസുലഭ മുഹൂർത്തം പ്രിയപ്പെട്ടവരെ നാമൊക്കെ ഉപയോഗപ്പെടുത്തണം. ഒരു കാരണവശാലും വെള്ളിയാഴ്ച രാവിന്റെ ഒരു സെക്കൻഡ് പോലും വെറുതെ മിസ്സായി പോകാൻ പാടില്ല. റജബ് മാസത്തിന്റെ ആദ്യ രാവ് നമ്മൾ കണ്ടല്ലോ, ഉപയോഗപ്പെടുത്തിയല്ലോ, ദുആയിലും മറ്റുമായി പങ്കെടുത്തല്ലോ, സദസ്സിൽ ഒരുമിച്ച് കൂടിയല്ലോ. എന്താ ആ പരിശുദ്ധമായ രാവിന്റെ പ്രത്യേകത? ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് മഹാന്മാർ കറതീർത്തു പറഞ്ഞ, അല്ലെങ്കിൽ എന്ത് ചോദിച്ചാലും ഇജാബത്ത് നൽകപ്പെടുന്ന ഒരു രാവാണ് എന്ന പൂരിശയാണ് ഇത് റജബിന്റെ ആദ്യത്തെ രാവിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ പ്രിയപ്പെട്ടവരെ, പലർക്കും സാഹചര്യങ്ങൾ അനുകൂലമായി വരാത്തതുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ പറ്റാതെ വന്നു. പലരും പറഞ്ഞു, ഉസ്താദെ ക്ലാസ് കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ ആ രാവ് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഗൗരവം മനസ്സിലായത്, നഷ്ടപ്പെട്ടല്ലോ. അങ്ങനെ ഒരുപാട് പേര് വേദന പറഞ്ഞു. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, അന്നത്തെ രാവ്, റജബിന്റെ ഒന്നാമത്തെ രാവ് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ പറ്റാതെ പോയവരും അതിന്റെ പേരിൽ നഷ്ടം സംഭവിച്ച ആളുകളും പ്രിയപ്പെട്ടവരെ, ഇനിയും പരിശുദ്ധമായ രാവുകൾ വേണമെന്ന് കൊതിക്കുന്നവർക്കും ഏറ്റവും പ്രഗൽഭമായ രാവാണ് ഇതാ മുന്നിട്ട് വരാൻ പോകുന്നത്. മഹാന്മാർ അവരുടെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് ഇജാബത്ത്, ദുആക്ക് ഇജാബത്ത് ഉറപ്പാകുന്ന ഒരു രാവ് തന്നെയാകുന്നു. നിഹായത്തുൽ അമൽ പോലുള്ള കിതാബിലൊക്കെ കാണാം. മാത്രമല്ല പ്രിയപ്പെട്ടവർ, വെള്ളിയാഴ്ച രാവിൽ, എല്ലാ മാസവും വെള്ളിയാഴ്ച രാവുണ്ടല്ലോ, വെള്ളിയാഴ്ച രാവിൽ ഏറ്റവും പ്രഗൽഭമായൊരു വെള്ളിയാഴ്ച രാവാണ് എന്ന് തന്നെ മഹാന്മാർ പറഞ്ഞിട്ടുള്ള രാവാണ് ഏത്? റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്. അപ്പൊ ഇന്ന് മഗ്‌രിബ് വാങ്കോടെ കയറി വരാൻ പോകുന്ന രാവ് ഏറ്റവും പ്രഗൽഭമാണ്. ഒന്ന് മനസ്സ് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, എത്ര പുണ്യമാണ് നമുക്ക് വാരിയെടുക്കാൻ പറ്റുന്നത്. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അപ്പൊ ഇന്നത്തെ വെള്ളിയാഴ്ച രാവ് എന്താ നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാ ഓതേണ്ടത്, അതിനെക്കുറിച്ച് നമുക്ക് വളരെ ഹ്രസ്വമായി സംസാരിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ നമ്മൾ അറിയാതെ നടക്കുന്ന ഒരുപാട് അത്ഭുതങ്ങളെ കുറിച്ച് ഹദീസിന്റെ കിതാബിൽ മഹാന്മാരുടെ ഉദ്ധരണികൾ കാണാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രിയപ്പെട്ടവരെ, ആകാശഭൂമികളിലുള്ള മുഴുവൻ മലക്കുകളും എത്ര ഉണ്ടാവും? അല്ലാഹു അഅലം. അതിന്റെ അദദ് എണ്ണ നമുക്കറിയില്ല, പടച്ചോനറിയൂ. അത്ര കൊടാനോ കോടിക്കണക്കിന് മലക്കുകളുണ്ടാവും. ഈ മലക്കുകൾ മുഴുവനും, ആകാശഭൂമിയിലുള്ള മുഴുവൻ മലക്കുകളും അവരുടെ ജോലി നിർത്തിവെച്ചുകൊണ്ട്, എല്ലാവരും ഫ്രീ ആയിക്കൊണ്ട് അവിടെ നിന്ന് ഒഴിവായിട്ട് എല്ലാവരും പരിശുദ്ധമായ കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്ത് ഒരുമിച്ച് കൂടും. അത്രേ, കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്തും മലക്കുകൾ നിറഞ്ഞു നിൽക്കും. ആകാശഭൂമിയിൽ എല്ലാം ഒറ്റ മലക്കു ബാക്കിയുണ്ടാവില്ല, എല്ലാം വന്നിട്ട് ഇവിടെ നിറഞ്ഞു നിൽക്കും കഅബാലയത്തിന്റെ ചുറ്റും. കണ്ടോ? അതിപരിശുദ്ധമായ റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ്. അത് ശഅബാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ അങ്ങനെ ഒരു ശൈലിയില്ല. അങ്ങനെ കിതാബിലും ഹദീസിന്റെ കിതാബിലും മറ്റു കിതാബിലൊന്നും കാണുന്നില്ല. അപ്പോ ഈ ഒരു പരിശുദ്ധമായ ആദ്യത്തെ റജബിന്റെ വെള്ളിയാഴ്ച രാവിൽ നടക്കുന്ന സംഭവമാണ്. എല്ലാ മലക്കുകളും ഇവിടെ ഒരുമിച്ച് കൂടത്രേ ദുആ ചെയ്യാൻ വേണ്ടി. ആർക്ക്? റജബ് മാസത്തിൽ ഇബാദത്ത് എടുക്കുന്നവർക്ക് ദുആ ചെയ്യാനാണ്. ആ ഭാഗത്തേക്ക് ഞാൻ വരാം. അപ്പൊ അങ്ങനെ ഒരു അത്ഭുതം ഇവിടെ നടക്കുന്നുണ്ട്, ഭൂമിയിൽ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മിനിറ്റിലും നരകമോചനം നൽകുന്ന, ഓരോ മണിക്കൂറുകളിലും നരകമോചനം നൽകുന്ന ഒരു വലിയ അത്ഭുതവും നടക്കുന്നുണ്ട് എന്ന് പരിശുദ്ധമായ റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്. റജബിന്റെ എല്ലാ ദിവസവും നമ്മൾ പറഞ്ഞൊരു ഹദീസ്, നരകമോചിതർ റജബ് മാസത്തിന്റെ ഓരോ മണിക്കൂറുകളിലും മിനിറ്റുകളിലും നരകമോചനം പടച്ചോനെ കൊടുത്തുകൊണ്ടിരിക്കുക. വെള്ളിയാഴ്ചയോ സാധാ വെള്ളിയാഴ്ചയും നരകമോചനം വേറെയുണ്ട്. അപ്പൊ ഒരുപാട് പേർക്ക് നരകമോചനം കൊടുക്കുന്ന ദിവസമാണേത്, രാവാണേത്? വെള്ളിയാഴ്ച രാവ് അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ നരകമോചനത്തിൽ പെടാൻ. അതേപോലെ തന്നെ യഥാർത്ഥത്തിൽ റജബിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവിനെ ഒരാൾ പരിഗണിക്കുമ്പോൾ അതിലൂടെ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച, ആദരിച്ച ഒരു സമയത്തിന് ആദരവ് കൊടുത്തു. പടച്ചോനെ ബഹുമാനിച്ചു എന്നാണ് ഇതിനർത്ഥം. അള്ളാഹു ബഹുമാനിച്ച അല്ലെങ്കിൽ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ് നമ്മളോട് മനസ്സിലാക്കി തന്ന ഒരു രാവിനെ നമ്മൾ പരിഗണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ പരിഗണിച്ചു, അള്ളാഹുവിനെ ബഹുമാനിച്ചു. അപ്പൊ റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച വേണ്ട, റജബ് മാസത്തെ ഒരാൾ പരിഗണിച്ചാൽ പോലും അള്ളാഹു പകരം കൊടുക്കുന്നത് എന്താ? 1000 കറാമത്തുകളാണ്. കിതാബിൽ കാണാ, ഹദീസിൽ കാണാ, അഖ്നിമു റജബൻ, റജബ് മാസത്തെ നിങ്ങൾ ബഹുമാനിച്ചോളൂ.
പ്രത്യേകിച്ച് രജമാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് നമുക്ക് പരിഗണിക്കാതിരിക്കാൻ പറ്റൂല. ആ ഒരു ബഹുമാനത്തിൽ നിന്നും അല്ലാഹു യുക്രിമുഹുമുല്ലാഹു തആല ബിഅൽഫി കറാമത്തി, അല്ലാഹു 1000 കറാമത്ത്, 1000 ബഹുമാനമാണ് നമുക്ക് മടക്കി തരാൻ പോകുന്നത്. അത്ര വലിയ മൂല്യമാണ് ഈ പരിശുദ്ധമായ രാവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് പ്രിയപ്പെട്ടവരിൽ നിന്ന് മനസ്സിലാകുന്നത്. മാത്രമല്ല, തീർച്ചയായും മുഅ്മിനീങ്ങളുടെ അർവാഹകൾ, നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, നമ്മുടെ മരണപ്പെട്ടു പോയ വെല്ലുപ്പ വെല്ലുമ്മമാര്, നമ്മുടെ ഗുരുനാഥന്മാർ, ഉസ്താദുമാര്, ഭാര്യ, ഭർത്താക്കന്മാര്, മക്കള്, വേണ്ടപ്പെട്ടവര്, സ്നേഹിച്ചവര്, സഹായിച്ചവര്, വഖനം നിന്നവര്, ഒരുപാട് പേര് ഖബറിലാണ് ആണല്ലോ. അതിൽ നമ്മളുടെ ലേശയിൽപ്പെട്ട, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ ആളുകൾ, നമ്മുടെ വാപ്പ ഉമ്മ, നമ്മുടെ കുടുംബക്കാര്, നമ്മുടെ വേണ്ടപ്പെട്ടവർ, അവരെന്ത് ചെയ്യും? അവരുടെ അർവാഹ്, ഇന്ന അർവാഹൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടെ അർവാഹുകൾ യഖ്റുജു മിൻ ഖുബൂരിഹിം, അവിടെ ഖബറിൽ നിന്ന് പുറത്തു വരുന്ന ദിവസമാണ്, രാവാണ് ഏത്? പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ്. ഏത് വെള്ളിയാഴ്ച രാവ്? റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ പറയുന്ന ഉദ്ധരണി കിതാബിൽ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വേണ്ടപ്പെട്ട വാപ്പയുടെ ഉമ്മയുടെ വേണ്ടപ്പെട്ടവരുടെ റൂഹുകൾ ഇവിടുന്ന് യഖ്റുജു മിൻ ഖുബൂരിഹിം, അവിടെ ഖബറിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതാണ്. എന്നിട്ടോ അവർ നമ്മളുടെ എല്ലാം വീടിന്റെ വാതിൽക്കൽ യഖൂലൂൻ, അവർ സംസാരിക്കുന്നവരായി നമ്മളോട് വോയിസ് നമ്മളോട് പറഞ്ഞു തരിക. എവിടെ വെച്ചാണത്? അല അബ്വാബി ബുയൂത്തിഹിം, നമ്മുടെ വീടിന്റെ, അവരുടെ വീടിന്റെ, അവർ താമസിച്ചിരുന്ന വീടിന്റെ വാതിൽക്കൽ വന്നുകൊണ്ട് അവർ നമ്മളോട് സംവദിക്കുന്നുണ്ട്, നമ്മളോട് ഒരു വോയിസ് പറയുന്നുണ്ട്, നമ്മൾ കേൾക്കാത്ത. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കിതാബിൽ മഹാന്മാർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള മഹാന്മാരുടെ ഉദ്ധരണികൾ പറഞ്ഞു. നമുക്ക് കേൾക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഇന്നത്തെ മഗ്രിബ് വാങ്കോടെ നടക്കാൻ പോകുന്നുണ്ട്. നന്നായിട്ട് നമ്മൾ ശ്രദ്ധ കൊടുത്താൽ നമ്മുടെ മരിച്ചുപോയി ഇവിടെ പൊരുത്തം നമുക്ക് വാങ്ങാം. അവരോടൊപ്പം സന്തോഷിച്ച് പ്രിയപ്പെട്ടവരെ നാളെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്ന അമലായി പറയുന്നത്. ഇന്നത്തെ മഗ്രിബ് വാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നടക്കുന്നൊരു സംഭവമുണ്ട്. എന്താ സംഭവം? നമ്മുടെ വേണ്ടപ്പെട്ടവർ റൂഹ് വന്നുകൊണ്ട് നമ്മുടെ വാതിൽക്കൽ വന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവർ സംസാരിക്കുന്നുണ്ട്. തർഹമു അലൈന, തർഹമു അലൈന, ഞങ്ങളുടെ മേൽ കരുണ കാണിക്കണോട്ടോ, നിങ്ങൾ പലരും ഞങ്ങളെ മറന്നുപോയി, അതുകൊണ്ട് ഈ രാത്രി നിങ്ങൾ ഞങ്ങളെ ഓർക്കണം, ഞങ്ങളുടെ മേൽ നിങ്ങൾ കരുണ കാണിക്കണം, ഈ ബറക്കത്താക്കപ്പെട്ട രാവിൽ നിങ്ങൾ ഞങ്ങളെ ഓർക്കണം. കണ്ടോ, പരിശുദ്ധമായ റജബ് ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് ഒരുപാട് ബറക്കത്തുള്ളതാണെന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഖബറിൽ കടന്നുകൊണ്ട് അതിന്റെ എല്ലാ ബറക്കത്തും മനസ്സിലാക്കിയവരാണ് ഈ പറയുന്നത്. ഫിഹാദിഹിൽ ലൈലത്തിൽ മുബാറക, ഈ ബറക്കത്താക്കപ്പെട്ട മുബാറക്കായ രാത്രിയിൽ ഞങ്ങളുടെ മേൽ നിങ്ങൾ കരുണ കാണിക്കണം. ഒരു പിടി ഭക്ഷണം നിങ്ങൾ പാവപ്പെട്ടവർക്ക് ദാനം കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വതക്ക നിങ്ങൾ കൊടുക്കണം, മറ്റുള്ള സാധുക്കൾക്ക് പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുക്കണം. അങ്ങനെ സ്വതക്ക കൊടുത്തിട്ടാണെങ്കിലും ഞങ്ങളുടെ കാര്യം ഞങ്ങളുടെ പേരിൽ കൊടുക്കണം, ഞങ്ങൾക്ക് കൂലി കിട്ടണമെന്ന് നിയത്തിൽ കൊടുക്കണം. ഇപ്പൊ നമ്മൾ ഒരു നിയത്തിൽ കൊടുക്കുക, അങ്ങനെ മരിച്ചുപോയ ഉമ്മാക്ക് ഖബറിലേക്ക് കിട്ടാൻ വേണ്ടി മനസ്സിൽ കരുതിയിട്ട് ഒരു പാവപ്പെട്ടവന് കൊടുത്തു, അല്ലെങ്കിൽ ഒരാൾക്ക് ഭക്ഷണം കൊടുത്തു, ഒരാൾ നോമ്പ് ഉറപ്പിച്ചു. ഉണ്ടോ? ഈ നന്മയൊക്കെ നടക്കുമ്പോ ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് വലിയ സന്തോഷമായി. നിങ്ങൾ അങ്ങനെയൊക്കെ ഞങ്ങൾ ഓർക്കണം. ഇനി ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഫാത്തിഹത്തുൽ കിതാബ്, ഒരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഖബറിലേക്ക് നിങ്ങൾ സമ്മാനം കൊടുത്തയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വാതിൽക്കൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ പരേതാത്മാക്കളുടെ ഒരു സംസാരമുണ്ടാകും നമ്മുടെ വീടിന്റെ വാതിൽക്കൽ എന്ന് പ്രിയപ്പെട്ടവരെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഗൗരവമുള്ള വിഷയമാണ്. അങ്ങനെ നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ പേരിൽ ഹദിയ കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, നമ്മൾ അത് അവർക്ക് വേണ്ടി സ്വതക്ക അവരുടെ പേരിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഫാത്തിഹ ഓതിയിട്ട് അവർക്ക് സമ്മാനമായി കൊടുത്തേക്ക്. അപ്പൊ വീട്ടിൽ നിന്ന് ഉമ്മമാർക്ക് ഖബറിലേക്ക് പോകാൻ പറ്റൂല, അപ്പൊ വീട്ടിൽ നിന്നിട്ട് ഉമ്മമാര് ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്യാം. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ ഫറഹം വസുറൂറ, അവർ നല്ല ഹാപ്പി മൂഡോടുകൂടിയാണ് മടങ്ങിപ്പോകുന്നത്, റാഹത്തായി എന്നുള്ള അവസ്ഥയിൽ പ്രിയപ്പെട്ടവരെ അവരുടെ അർവാഹകൾക്ക് സന്തോഷം ഉണ്ടാവും. ഇതൊക്കെ നടക്കുന്ന എപ്പോഴാണ്? പരിശുദ്ധമായ റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മഗ്രിബോടെ കയറി വരുന്ന രാത്രി നടക്കുന്ന അത്ഭുതങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ വേണ്ടതുപോലെ പരിഗണിക്കണം. അപ്പോ തീർച്ചയായും പ്രിയപ്പെട്ടവരെ നമ്മുടെ മാതാപിതാക്കളുടെ ഒരു ചെറിയ പൊരുത്തക്കേടോ എന്തെങ്കിലും ഉണ്ട്, നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും, പല കച്ചവടം ചെയ്തിട്ട് ലാഭം ഉണ്ടാവില്ല, വീട്ടിലെപ്പോഴും മക്കൾക്ക് അസുഖവും ഒരു റാഹത്തില്ല കുടുംബത്തിൽ. എന്താ? നമ്മളുടെ വേണ്ടപ്പെട്ട മാതാപിതാക്കളെ നമ്മൾ എപ്പോഴോ അവരെ വേദനിപ്പിച്ചതിന്റെ പേരിൽ പടച്ചോൻ ഈ ലോകത്ത് നൽകുന്ന ശിക്ഷയായിട്ട് പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ സമാധാന തകർച്ച ഉണ്ടാവും. പല വിഷയങ്ങളും എത്ര ദുആ ചെയ്തിട്ടും പരിഗണിക്കാതെ അല്ലെങ്കിൽ അതിൽ നിന്ന് റിലീസാകാതെ കഷ്ടപ്പാടി തന്നെ കിടക്കുന്നതിന്റെ ഹരകയറാത്ത അവസ്ഥ ഉണ്ടാകുന്നതിന്റെ പലപ്പോഴും കാരണം എന്താ? നമ്മുടെ ബാപ്പയും ഉമ്മയെ എപ്പോഴെങ്കിലും അവരുടെ ഗുരുത്തക്കേട് വാങ്ങിയിട്ടുണ്ടാവും. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് അങ്ങനെ ബോധ്യപ്പെടും. പലപ്പോഴും പലരും പറയും, ഞാൻ
എന്ത് ചെയ്തിട്ടാ പഠിച്ചോ എനിക്കിങ്ങനെ വന്നത് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ തെളിയും. അപ്പാനും ഉമ്മാനെ ഞാൻ വേണ്ടതുപോലെ പരിഗണിച്ചില്ലായിരുന്നു. ആ ഒരു വിഷമൊക്കെ തീയും ഈ ഒറ്റ രാത്രി കൊണ്ട്. എന്താ ചെയ്യേണ്ടത്? തർഹമുഅലൈന, അവരുടെ മേൽ നമ്മൾ എന്ത് ചെയ്യണം? അവര് പറയുന്നത് പോലെ കരുണ കാണിക്കണം. ഖുർആൻ ഓതിയിട്ട് യാസീനെങ്കിലും ഓതിയിട്ട് ഉമ്മാടെ വാപ്പാടെ ആദരത്തിലേക്ക് കൊടുക്കണം. പറ്റുമെങ്കിൽ അവിടെ ഖബർ സിയാറത്തിന് പോകണം. നല്ല അമല. അവര് നമ്മളെ അന്വേഷിച്ച് എന്തെങ്കിലും ഒരു റാഹത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നിവൃത്തിയില്ലാത്ത ഒരു അമൽ ചെയ്യാൻ പറ്റാത്ത ആ ഒരു എരിഞ്ഞിയ അവസ്ഥയിൽ ഫുബിസായ വീട്ടിൽ നമ്മൾ അവരുടെ വിയർപ്പിന്റെ അധ്വാനമാണ് നമ്മുടെ ഈ വലിയ കൊട്ടാരവും വലിയ വീടും വലിയ സൗകര്യങ്ങളും. നമ്മുടെ റാഹത്തായിട്ട് ഓടി നടക്കാൻ അവർക്ക് ഓടി നടക്കാൻ പറ്റാത്ത ഇടുങ്ങിയ വീട്ടിൽ അവിടെ കിടക്കാണ് ഖബറിൽ. അപ്പൊ അവരെ പരിഗണിച്ചിട്ട് അവരുടെ ഖബർ സിയാറത്തിന് പോയിട്ട് നമ്മൾ ദുആ ചെയ്യുക. വീട്ടിൽ നിന്നിട്ട് ഉമ്മമാര് ദുആ ചെയ്യുക, അവരുടെ പേര് സ്വതക്ക കൊടുക്കുക. ഇതൊക്കെ വലിയ കാര്യമാണ്. ഹദിയ കൊടുക്കുക, അതൊക്കെ നല്ല കാര്യമാണ്. അപ്പൊ അതിലൂടെ പ്രിയപ്പെട്ടവരെ അവരുടെ റാഹത്തും സന്തോഷവും നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ എണ്ണിയാൽ ഒരുപാട് നിഅ്മത്തുകൾ പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തരാൻ പോകുന്ന രാവാണേത്? റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മഗ്‌രിബോട് കയറി വരുന്ന രാത്രി. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനൊന്ന് ഓടിച്ചു പറയാം. ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നാമതായി ഇജാബത്ത് ഉറപ്പുള്ള രാത്രിയാണ്. പരിശുദ്ധമായ റജബിന്റെ ആദ്യത്തെ രാവ് ഞങ്ങൾ കഴിഞ്ഞുപോയി, ബാക്കി ഇജാബത്തിന്റെ രാവ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പിന്നോട്ട് മാറാൻ പാടില്ല. അള്ളാഹു അവസരം നമ്മുടെ മുന്നിൽ ഒന്നുകൂടെ തുറന്നു നൽകി. അത് ഏറ്റവും മഹത്വമുള്ള വെള്ളിയാഴ്ച രാവും കൂടെയാണ്. അപ്പോ ആത്മാർത്ഥമായി ദ്വാരക്കുക. ആത്മാർത്ഥമായി നമുക്ക് ചോദിക്കാനുള്ളത് മുഴുവൻ ചോദിക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഈ റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ ചോദിക്കുന്നതോടൊപ്പം എന്തു ചോദിക്കാം? അള്ളാഹു വലിയ ആദരവ് കൊടുത്ത മാസാണല്ലോ റജബ്. അതിൽ ഏറ്റവും പരിഗണിച്ച ഒരു രാമാണല്ലോ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് എന്തു ചോദിക്കാം? അള്ളാഹുവേ, എന്റെ ഇന്ന കാര്യം നീ നടത്തി തരണം. അതോടൊപ്പം എന്തു പറയാ? ഈ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബി എന്റെ കാര്യം നടത്തി തരണം. ഈ വെള്ളിയാഴ്ച രാവും ഈ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ മഹത്വവും എനിക്ക് മനസ്സിലാക്കി തന്ന, എനിക്ക് പറഞ്ഞു തന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്കുകൊണ്ട് റബ്ബി എന്റെ ആവശ്യം നിറവേറ്റി തരണം. നിങ്ങൾ ഉറപ്പിച്ചോളൂ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ നേരെ കരുണ ചെയ്യുന്ന ഇജാബത്ത് ഉറപ്പുള്ള ഒരു ചോദ്യമാണ് ആ ചോദ്യം. അങ്ങനെയൊക്കെ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുക. അപ്പൊ ആദ്യമായി ദുആ ചെയ്യുക. പിന്നെ പറയേണ്ടതില്ല, പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ സൂറത്തുൽ കൗഫ്, അതേപോലെ തന്നെ സ്വലാത്ത്, മറ്റു ദിക്റുകൾ, ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ പരിഗണിക്കണം. കാരണം റജബിൽ ഇരട്ടി അക്തർ സവാബ എന്നാ പറഞ്ഞത്. അതൊന്നും ഒഴിവാക്കി കളയണം. സൂറത്തുൽ കൗഫ് ഒഴിവാക്കി കളയണം, സ്വലാത്തുകൾ ഒഴിവാക്കി കളയണം. എന്നിട്ടല്ല ഇതൊക്കെ വേണ്ടത്. അത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മൾ പിടിക്കണം. അതൊക്കെ നമ്മൾ വേണം. അതിന്റെ കൂടെ ഇതും ദുആ ചെയ്യുന്ന വലിയ ആത്മാർത്ഥതയോടുകൂടെ കൊടുക്കുക. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു 100 വട്ടമെങ്കിലും സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം എന്ന് പറയുന്ന ദിക്ർ ഒരു 100 വട്ടം മറക്കാൻ ഇന്നത്തെ രാവിൽ നമ്മൾ ചൊല്ലുക. എന്താ അതിന്റെ കൂലി? അതിന്റെ കൂലി പ്രിയപ്പെട്ടവരെ കണക്കാക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണെന്ന കിതാബിൽ പറഞ്ഞത്. എന്ത്? ഇന്നത്തെ രാവിൽ സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം എന്ന് പറയുന്ന ദിക്ർ ഒരാൾ 100 വട്ടം പറഞ്ഞു. അങ്ങനെ ഈ പരിശുദ്ധമായ റജബിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ 100 വട്ടം വീതം പറയുമ്പോൾ അല്ലാഹു തരുന്നത് കണക്കാക്കാൻ പറ്റുന്നതിൽ അപ്പുറം എന്ന് പറഞ്ഞാൽ അതിന് കണക്ക് പറയാൻ പറ്റില്ല. അത്രയും അല്ലാഹു നൽകും. അപ്പൊ ഇന്നത്തെ രാവിൽ സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം 100 വട്ടം മിനിമം നമ്മൾ ചൊല്ലേണ്ടതാണ്. അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് 100 വട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എല്ലാ ദിവസവും വേണമെന്ന്. പരിശുദ്ധമായ റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ സൂറത്തുൽ ഇഖ്ലാസ് 100 വട്ടം, അതിന് പ്രത്യേകം പൂരിശയാണ്. ഖാൻ ലഹു നൂറൻ, അത് നമുക്ക് എന്താവുന്നറിയോ? ഒരു വെളിച്ചമായിട്ട് പടച്ചോണ്ട് തിരിച്ചു തരും. നാളെ ഖിയാമത്ത് നാളിൽ നമ്മൾ നിൽക്കുമ്പോൾ അല്ലാഹു ഒരു പ്രകാശം നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നു തരും. ഖിയാമത്ത് നാളിൽ കുരാകൂരിട്ടാൻ, ആകെ ഇരുട്ടാൻ, സൂര്യൻ തൊട്ടരത്തന്റെ സൂര്യന്റെ വെളിച്ചല്ല ഉണ്ടാകുന്നത്, സൂര്യന്റെ ചൂട് മാത്രമാണ്. ആകെ ഇരുട്ടായിരിക്കും. ഖിയാമത്ത് നാളിൽ കുരാകൂരിട്ട് അത്തരം പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ അല്ലാഹു ഒരു വെളിച്ചം നമ്മുടെ കയ്യിൽ തരും. ആ വെളിച്ചമുണ്ടോ, ആ വെളിച്ചം നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകും? ആ വെളിച്ചം നമ്മളെ ജന്ന, അതങ്ങനെ നമ്മളെ കൊണ്ടുപോയി സ്വർഗത്തിലാക്കി തരുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ 100 സൂറത്തുൽ ഇഖ്ലാസ്. അപ്പൊ ഈ രാവിൽ ഒരു 10 മിനിറ്റ് പ്രിയപ്പെട്ട ഒരു സൂറത്തുൽ ഇഖ്ലാസിന് മാറ്റിവെച്ചാൽ അല്ലാഹു നൽകുന്നത് നൂറുൻ യസ്ആബിഹിൽ ജന്ന, സ്വർഗത്തിലേക്ക് കയറിപ്പോകാൻ പറ്റിയ നൂറാണ് നൽകാൻ പോകുന്ന. അല്ലാഹു നമുക്ക് തരട്ടെ, ഓതാൻ തൗഫീഖ് നൽകട്ടെ, ഓർമ്മ നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാത്രമല്ല 100 സൂറത്തുൽ ഇഖ്ലാസ് ഓതുമ്പോൾ നമ്മൾ 33 ഖത്തം ഓതിയ കൂലിയെ കൂടെ അതിന്റെ കൂടെ വാങ്ങാം.
അത്രയും പോലീസ് എന്ത് നമ്മൾ ചിന്തിക്കുന്നില്ല. 33 ഖത്തം ഖുർആൻ ചെയ്ത കൂലിയുടെ നമുക്ക് അല്ലാഹു നൽകും. അതിന്റെ ഒപ്പം ഈ വെളിച്ചു നാൾ ആഖിറത്തിൽ അല്ലാഹു നമുക്ക് തരട്ടെ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ആകാശഭൂമികളിലൂടെ എല്ലാ മലക്കുകളും വന്നിട്ട് പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് ഒരുമിച്ച് കൂടിയിട്ട് അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന പടച്ചോൻ ചോദിക്കുന്നുണ്ട്, ഇസ്അലൂ മാ സിഅ്തും, ഏ മലക്കുകളെ നിങ്ങൾ എല്ലാവരോടും സമ്മേളിച്ചല്ലോ, എന്താ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചോളൂ. അപ്പൊ അവരോട് ദുആ ചെയ്യും. എന്താ ദുആ? അല്ലാഹുവിനോട് പറയാ, റബ്ബനാ ഹാജത്തുനാ അൻ തഗ്ഫിറ ലിമൻ സ്വാമ റജബ്. അല്ലാഹുവേ, ഈ റജബ് മാസത്തിൽ നോമ്പ് പിടിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് നീ അല്ലാഹുവേ പടച്ചവനെ നീ പാപം മുഴുവനും പുറത്തു കൊടുക്കണം. അവർക്ക് പാപം പൊറുക്കണമെന്ന് പറയാനാണ് ഈ റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ ഞങ്ങളിവിടെ വന്നത്. അതുകൊണ്ട് അവർക്ക് പുറത്തു കൊടുക്കണം റബ്ബേ. അപ്പൊ റജബ് മാസത്തിന്റെ ആദ്യത്തെ ദിവസം നോമ്പുകാരായവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ. രണ്ടാം ദിവസം നോമ്പുകാരായവരുണ്ട്. ഈ ഒരു മാസം മുഴുവൻ നോമ്പ് പിടിക്കാൻ മനസ്സിൽ കരുതിയവരുണ്ട്. ഒന്നരാടം ഇന്ന് നോമ്പ് നാളെ വേണ്ട അങ്ങനെ പിടിക്കാൻ കരുതിയവരുണ്ട്. ഇതൊക്കെ നല്ല ശൈലിയാണ്. എത്ര നോമ്പ് പിടിച്ചാലും കൂലി ഇരട്ടിയാണ്, ഒരുപാട് കൂലിയാണ്. അപ്പോ റജബ് മാസത്തിലെ ഒരു നോമ്പ് ഒരു വിശ്വാസി പിടിച്ചിട്ട് ഈ മാസത്തെ ഒരാൾ പരിഗണിച്ചാൽ അവർക്ക് പാളം പുറകണമെന്ന് പറയാനാണ് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. കോടിക്കണക്കിന് മലക്കുകളും മുഴുവനും വന്നു എവിടെ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത്. എന്നിട്ടാണ് ഈ ദുആ നടക്കുന്നത്. അല്ലാഹു തള്ളിക്കളയോ? പടച്ചോനല്ലേ അങ്ങനെ വെച്ചത്? ആ ചോദ്യത്തിന് അല്ലാഹുവിന്റെ മറുപടി എന്താ? യഖൂൽ തബാറക വ തആല, അല്ലാഹു പറയുന്ന മറുപടി ഖദ് ഗഫറതു ലഹും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തു മലക്കുകളെ, നിങ്ങൾ ബേജാറാകണ്ട എന്ന പടച്ചോന്റെ ഒരു മറുപടിയും. അൽഹംദുലില്ലാ, ആ മറുപടി നമുക്ക് ഭാഗ്യം ലഭിക്കും. എന്ത്? പരിശുദ്ധമായ റജബിൽ നോമ്പുകാരായ. അപ്പൊ പലരും ചോദിച്ചു, അത് വെള്ളിയാഴ്ച നോമ്പുടിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഞങ്ങൾ റജബിന്റെ 1.5 ദിവസങ്ങളിൽ ഇങ്ങനെ 1 ദിവസങ്ങളിൽ നോമ്പുടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ റജബിന്റെ ആദ്യത്തെ ഒരു 15 ദിവസം നോമ്പുടിക്കുക, അല്ലെങ്കിൽ എല്ലാ ദിവസവും നോമ്പുടിക്കാനൊക്കെ കരുതിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ വെള്ളിയാഴ്ച നോമ്പുടിക്കാൻ പാടില്ല എന്ന് ചില ആളുകൾ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ വെള്ളിയാഴ്ച സാധാ നോർമൽ വെള്ളിയാഴ്ച മാത്രം ഒരു നോമ്പുടിക്കാം. അങ്ങനെ ഒരു പോലീസ് പ്രത്യേകം വെള്ളിയാഴ്ചക്ക് പോലീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പ്രത്യേകം വെള്ളിയാഴ്ച മാത്രം നോമ്പുടിക്കാം. അതിന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഫിഖ്ഹ് അത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച മാത്രം പരിഗണിച്ച് ഇങ്ങനെ നോമ്പുടിക്കാം. അസബത്ത് തിങ്കളാഴ്ച നോമ്പുണ്ട്, വ്യാഴാഴ്ച നോമ്പുണ്ട്, വെള്ളിയാഴ്ച പ്രത്യേകം സുന്നത്തോമ്പില്ല. ഇവിടെ റജബ് മാസത്തിലോ വ്യാഴവും വെള്ളിയും തിങ്കളും ചൊവ്വയും ബുധനും എല്ലാ ദിവസവും ഓരോ ദിവസവും സുന്നത്തോമ്പുണ്ട്, റജബിന്റെ സുന്നത്തോമ്പ്. അപ്പൊ നമ്മള് ഇങ്ങനെ മാറ്റി മാറ്റി പിടിക്കുമ്പോൾ വെള്ളിയാഴ്ച കൂടെ വന്നു, ഒരു കുഴപ്പമില്ല. വെള്ളിയാഴ്ചയും ശനിയാഴ്ച ഒരാൾ നോമ്പ് പിടിച്ചു, ഒരു വിഷയമല്ല. സാധാ നോർമൽ വെള്ളിയാഴ്ച മാത്രം ഇങ്ങനെ പരിഗണിച്ച് നോമ്പ് പിടിക്കുക. അതിനാണ് പ്രിയപ്പെട്ടവരെ ഫിഖ്ഹ് അത് അത്ര ശരിയല്ല എന്ന് പറയാനുള്ള കാരണം. അല്ലാതെ വെള്ളിയാഴ്ച നമ്മൾ മറ്റുള്ള ദിവസങ്ങളോട് കൂടെ പിടിക്കുന്നുണ്ട്, യാതൊരു വിരോധമില്ല എന്നുകൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാണ്. ഏതായിരുന്നാലും റജബ് മാസത്തിന്റെ ഏറ്റവും അമൂല്യമായൊരു രാവാണ്, വളരെ വിലപ്പെട്ട രാവാണ് എന്ന് ഓർമ്മ വേണം. എന്റെ നഫ്സിനും നിങ്ങളുടെ നഫ്സുകൾക്കും ഓർമ്മ വേണം. അതോടൊതുകൊണ്ട് സൂചിപ്പിച്ചതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ രാവിൽ നരകമോചനം കൊടുക്കുന്ന, പടച്ചവന്റെ പൊരുത്തം കൊടുക്കുന്ന, എന്ത് ചോദിച്ചാലും വിജാബത്ത് കൊടുക്കുന്ന, കോടിക്കണക്കിന് മലക്കുകളുടെ ദുആയിൽ ഇതല്ല് കൊടുക്കുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ ചേർക്കട്ടെ എന്ന് പറഞ്ഞ ദിക്റുകൾ, ദുആകൾ സൂറത്തുൽ ഇഖ്ലാസ് മുടങ്ങാതെ ചൊല്ലാൻ ഏറ്റവും ചുരുങ്ങിയതാ പറഞ്ഞത്. സൂറത്തുൽ കൗഫും അതേപോലെ തന്നെ സ്വലാത്തും ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്. അതോടൊപ്പം എന്ത് ചെയ്യണം? ദുആ ചെയ്യുന്ന കാര്യം മസ്റ്റായിട്ട് ഓർമ്മ വേണം. പിന്നെ സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം എന്ന് പറയുന്നത് 100 വട്ടെങ്കിലും പറയണം. അതേപോലെ തന്നെ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ് 100 വട്ടം പറയണം. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പൊരുത്തം നൽകുന്ന പരിശുദ്ധമായ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മനമുരുകിയിട്ട് ദുആ ചെയ്യണം. റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിന്റെ ബറക്കത്ത് കൊണ്ട് തരണേ റബ്ബേ എന്ന് പറഞ്ഞ് എന്ത് ചോദിക്കാം? അല്ലാഹു ഹബീബിന്റെ ഹക്ക് കൊണ്ട് തരണേ എന്ന് പറഞ്ഞ് എന്ത് ചോദിക്കുക? ഇജാബത്ത് ഉറപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലിയ ഇജാബത്തിൽ നമ്മളെ ചേർക്കട്ടെ. ഒരുപാട് പേര് കമന്റിലൂടെ ദ്വാരക്കാൻ പറഞ്ഞ് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, കുടുംബത്തില് ജോലിയില്ലായ്മ, മക്കളില്ലായ്മ, ശമ്പളമില്ലാത്തതിന്റെ പേരിൽ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, കടങ്ങൾ, പ്രയാസങ്ങൾ, വീടില്ല, അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ. ഭർത്താവിന്റെ സ്വഭാവം, നിസ്കാരം, അതേപോലെ തന്നെ ഭാര്യമാര് നല്ല ഇണകളായി കിട്ടാൻ വേണ്ടി, സ്വർഗത്തിലും കൂടെ പകരം കിട്ടാൻ, മക്കൾ നന്നായി കിട്ടാൻ വേണ്ടി, ദീനീ ബോധമുള്ള കുടുംബങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങൾ വളരാൻ, അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കമന്റിലൂടെ. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരിച്ചുപോയുടെ അർവാഹകൾ ഇന്ന് രാത്രി മഗ്‌രിബ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്നതാണ്. അവരെ സന്തോഷിപ്പിച്ചു വിടണം, അവിടെ റൂഹകൾക്ക് സന്തോഷം കൊടുക്കണം. അത് നമ്മുടെ വലിയ ബാധ്യതയും കൂടെയാണ്. നമ്മുടെ വേണ്ടപ്പെട്ടവരല്ലേ, ഇങ്ങനെയല്ലേ നമ്മൾ അങ്ങോട്ട് കൊടുത്താലാണല്ലോ ഇങ്ങോട്ട് അല്ലാഹു നൽകുള്ളൂ. ഇനിയും നമ്മൾ ഇത്തരം നന്മകൾ കൊതിക്കുന്ന സമയത്ത് നമ്മുടെ മക്കളെ കൊണ്ട്, കുടുംബക്കാരെ കൊണ്ട് കിട്ടേണ്ടതല്ലേ? അതും ഈ രാത്രി ഓർക്കേണ്ടതാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈർ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ചേർക്കട്ടെ. ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞവർ പ്രത്യേകം ഇന്നത്തെ രാവിന്റെ പൂരിശ കൊണ്ട് പരിഗണിക്കണേ പടച്ചോനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹക്ക് കൊണ്ട് അവിടുന്ന് ചോദിച്ച എല്ലാ ഖൈറും നിങ്ങൾക്ക് നൽകി, അവിടുന്ന് കാവൽ ചോദിച്ച എല്ലാ ശർറിൽ നിന്നും നിങ്ങൾക്ക് കാവൽ നൽകണേ പടച്ചോനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.